ന്യൂസ് ലൈവ് തുടരുകയാണ്. നോക്കാം തലക്കെട്ടുകൾ. ഇന്ത്യ മുന്നണിക്ക് വൻ തിരിച്ചടി. ബീഹാറിൽ മഹാസഖ്യ സർക്കാരിനെ വീഴ്ത്തി ഓപ്പറേഷൻ താമര. മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് നിതീഷ് കുമാർ ബിജെപിക്കൊപ്പം. NDA മുഖ്യമന്ത്രിയായി വൈകിട്ട് സത്യപ്രതിജ്ഞ ചെയ്യും. കൂട്ടായ തീരുമാനമെന്ന് നിതീഷ്, അഭിനന്ദിച്ച് പ്രധാനമന്ത്രി. ഗവർണർക്കെതിരായ വിമർശനം കടുപ്പിച്ച് CPM. വിഡ്ഢിവേഷം കെട്ടുന്നുവെന്ന് MV ഗോവിന്ദൻ. ലക്ഷ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പെന്നും CPM സംസ്ഥാന സെക്രട്ടറി. സുരക്ഷ CRPFന് കൈമാറിയത് ഫെഡറൽ തത്വലംഘനമെന്ന് EP ജയരാജൻ. ഗവർണർ തെരുവിലിരുന്നത് മോശമെന്ന് K മുരളീധരൻ. ഗവർണർക്കുള്ള സുരക്ഷ പിൻവലിക്കാതെ പോലീസ്. രാജ്ഭവനിൽ പോലീസ് സുരക്ഷ തുടരുന്നു. തുടർ തീരുമാനം കേന്ദ്ര ഉത്തരവ് ലഭിച്ച ശേഷം. CRPF ഉദ്യോഗസ്ഥരും രാജ്ഭവനിൽ. CPM കേന്ദ്ര കമ്മിറ്റി യോഗം തിരുവനന്തപുരത്ത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ചർച്ച ചെയ്യും. മുഖ്യമന്ത്രിയുടെ ഡൽഹി സമരവും ചർച്ചയ്ക്ക്. യോഗം ഇന്നും നാളെയും. പാർട്ടി അനുവദിച്ചാൽ വയനാട്ടിൽ രാഹുൽ ഗാന്ധിയെ നേരിടാൻ തയ്യാറെന്ന് PV അൻവർ. മുസ്ലിം ലീഗ് LDF വരാൻ സാധ്യതയില്ല. ഭിന്നത ലീഗിന്റെ അടിവേരിളക്കി. സുരേഷ് ഗോപി ഒരു കാരണവശാലും തൃശൂരിൽ ജയിക്കില്ല. അൻവറിന്റെ പ്രതികരണം Q18-ൽ. സംസ്ഥാന ബജറ്റിലെ ജനകീയ പ്രഖ്യാപനങ്ങൾ എന്തെല്ലാം? ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കില്ലെന്ന ധനമന്ത്രി. മുൻഗണന പെൻഷൻ മുടങ്ങാതെ നൽകാൻ. കിഫ്ബിയിൽ നിന്ന് സർക്കാർ പിന്നോട്ടില്ലെന്നും KN ബാലഗോപാൽ ന്യൂസ് 18നോട്. തെങ്കാശിയിൽ കാറും ലോറിയും കൂട്ടിയിടിച്ച് അപകടം. 6 പേർ മരിച്ചു. അപകടത്തിൽപ്പെട്ടത് കുറ്റാലം സന്ദർശിച്ച് മടങ്ങിയ സംഘം. സംഭവം പുലർച്ചെ. ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ ചാമ്പ്യനെ ഇന്നറിയാം. ഡാനിയൽ മെദ്വദേവിന് എതിരാളി യാനിക് സിന്നർ. വനിതാ ഡബിൾസ് ഫൈനലും ഇന്ന്. ന്യൂസ് ലൈവിലേക്ക് വിശദമായി. 2 ദിവസത്തെ ചടുല രാഷ്ട്രീയ നീക്കങ്ങൾക്കൊടുവിൽ ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ രാജിവെച്ചു. രാജിക്കത്ത് ഗവർണർ രാജേന്ദ്ര അർലേക്കർക്ക് കൈമാറി. NDA സഖ്യ സർക്കാരിന്റെ മുഖ്യമന്ത്രിയായി വൈകിട്ട് വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. ഇന്ത്യ മുന്നണിയെ ശക്തിപ്പെടുത്താൻ ശ്രമിച്ചുവെന്നും അവർ ഗൗരവമായി എടുത്തില്ലെന്നും നിതീഷ് കുമാർ ആരോപിച്ചു. മഹാസഖ്യത്തിലെ സ്ഥിതി മോശമാണെന്നും നിതീഷ് കുമാർ പറഞ്ഞു. आज हमने इस्तीफा दे दिया और जो सरकार थी उसको भी समाप्त करने का हमने आज गवर्नर साहब को दे दिया। तो हमने सब लोगों की बात को सुन लिया, तो इसीलिए आज हमने इस्तीफा दे दिया। अब ये जो भी सरकार थी वो समाप्त कर दिया गया। अभी हम जो पहले गठबंधन को छोड़ के नए गठबंधन बनाए थे, कितना काम हम कर रहे थे। और उधर भी लोग हम अलायंस करवाए, क्या क्या करवाने में लगे और कोई कुछ काम ही नहीं कर रहे थे। तो सबको लेकर के तकलीफ, और यहाँ पर भी लोगों को तकलीफ, तो ये हो गया तो हमने बोलना छोड़ दिया था। अब सबके लिए സുവി വിശ്വനാഥൻ ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. സുവി, ദിവസമായി നമ്മൾ ഇങ്ങനെ ചർച്ച ചെയ്യുന്നു ബീഹാറിലെ രാഷ്ട്രീയ സാഹചര്യം. ഒടുവിൽ ഇപ്പോൾ രാജിയെത്തി. ഇന്ന് BJPയുമായി സഖ്യം ചേർന്ന് വൈകിട്ട് വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്ത് മുഖ്യമന്ത്രി അധികാരമേൽക്കും. എന്തൊക്കെ സൊല്യൂഷൻസ് ആണ്, അല്ലെങ്കിൽ എന്തൊക്കെ ഉപാധികളാണ് BJPയുമായി ഇപ്പോൾ JDU ധാരണയിലെത്തിയിരിക്കുന്നത്? ഉപമുഖ്യമന്ത്രി അത് 2 പേരെ നൽകുമെന്നുള്ള റിപ്പോർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അതിലൊക്കെ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? എൽദോ, ബീഹാറിലെ രാഷ്ട്രീയ നാടകത്തിന് താൽക്കാലിക വിരാമമായി എന്ന് നമുക്ക് പറയാം. ഇപ്പോൾ നിതീഷ് കുമാർ ഗവർണർക്ക് രാജിക്കത്ത് നൽകിയിരിക്കുകയാണ്. JDU MLA-മാരുടെ യോഗത്തിന് ശേഷമാണ് അദ്ദേഹം രാജിക്കത്ത് നൽകിയിരിക്കുന്നത്. ഈ JDU നിയമസഭാ യോഗത്തിൽ അദ്ദേഹം തൻ്റെ തീരുമാനം അറിയിക്കുകയും ചെയ്തു. ഈ മഹാസഖ്യത്തിൽ നിന്ന് പിന്മാറുകയാണ് എന്ന വിവരമാണ് അദ്ദേഹം അറിയിച്ചത്. അതിനുശേഷമാണ് അദ്ദേഹം ഗവർണർക്ക് രാജിക്കത്ത് നൽകിയിരിക്കുന്നത്.
BJP-യുമായി ചേർന്നു പോകാനാണ് നീക്കം എന്നും അദ്ദേഹം ആ യോഗത്തിൽ അറിയിക്കുകയുണ്ടായി. ഒപ്പം ഈ നിതീഷ് കുമാർ തന്നെ ഇനി വൈകിട്ട് BJP പിന്തുണയോടെയുള്ള സർക്കാരുമായി നിതീഷ് കുമാർ തന്നെ വൈകിട്ട് സത്യപ്രതിജ്ഞ ചെയ്യും. ഇതിൽ 2 പേർ ഉപമുഖ്യമന്ത്രി BJP-യുടെ 2 പേർ ഉപമുഖ്യമന്ത്രിമാരാകും, 8 BJP മന്ത്രിമാർ ഉണ്ടാകും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും ഇതിനോടകം തന്നെ കോൺഗ്രസിന്റെ 9 MLA-മാരെ കാണാനില്ല എന്നൊരു വാർത്തയും പുറത്തു വരുന്നുണ്ട്. ഈ 9 പേർ ഈ BJP JDU സഖ്യത്തിനൊപ്പം പോകുമോ എന്നത് സംബന്ധിച്ച ഒരു വ്യക്തമായ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. പക്ഷേ അവരെ കാണാനില്ല, നേതൃത്വത്തിന് അവരുമായി ബന്ധപ്പെടാൻ സാധിക്കുന്നില്ല എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഏതായാലും ബീഹാറിലെ മഹാഗഡ്ബന്ധൻ സർക്കാർ വീണിരിക്കുന്നു. പുതിയ അതായത് നമുക്കറിയാം 2020-ൽ BJP-യുമായി ചേർന്ന് മത്സരിച്ചാണ് നിതീഷ് കുമാർ അധികാരത്തിൽ വരുന്നത്. അതിനുശേഷം അദ്ദേഹം കോൺഗ്രസുമായും ഇടത് സഖ്യവുമായും ബന്ധപ്പെട്ട് വീണ്ടും അധികാരത്തിൽ വരികയായിരുന്നു. അതിനുശേഷം ഇപ്പോൾ അദ്ദേഹം NDA-യിലേക്ക് തിരിച്ചു പോവുകയാണ്. BJP-ക്ക് വലിയ രാഷ്ട്രീയ നേട്ടമാണ് ഇതുവഴി ഉണ്ടാകുന്നത് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇന്ത്യ മുന്നണിക്ക് കനത്ത തിരിച്ചടി നൽകുന്നതാണ് നിതീഷ് കുമാറിന്റെ ഈ ഒരു തീരുമാനം. ഏതായാലും മഹാഗഡ്ബന്ധൻ സർക്കാർ വീണിരിക്കുന്നു. നിതീഷ് കുമാർ പുതിയ സഖ്യവുമായി ഇന്ന് വൈകിട്ട് 4 മണിക്ക് സത്യപ്രതിജ്ഞ ചെയ്യും. അദ്ദേഹത്തോടൊപ്പം 2 ഉപമുഖ്യമന്ത്രിമാരും ഒപ്പം തന്നെ 8 BJP മന്ത്രിമാരും ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും സത്യപ്രതിജ്ഞയിൽ പങ്കെടുക്കാൻ JP നദ്ദ ബീഹാറിലേക്ക് തിരിച്ചിട്ടുമുണ്ട്. എൽദോ സുവി, ഒപ്പം തന്നെ ഈ NDA-യുമായിട്ടുള്ള ധാരണയിലേക്ക് JDU എത്തുമ്പോൾ അതിൽ ഏറ്റവും വലിയ തിരിച്ചടി നേരിടുന്നത് ഇന്ത്യ മുന്നണിക്കാണ്. അപ്പോൾ ആ സഖ്യത്തെ പറ്റിയുള്ള ചോദ്യങ്ങൾക്ക് ഒരുപാട് ശ്രമിച്ചു, പക്ഷേ ആ ശ്രമങ്ങൾക്കൊന്നും വേണ്ട രീതിയിലുള്ള പ്രോത്സാഹനം ലഭിച്ചില്ല എന്നുള്ള നിതീഷ് കുമാറിൻ്റെ വാക്കുകളെ എങ്ങനെ കാണണം? ഈ പ്രധാനമന്ത്രി അല്ലെങ്കിൽ മുന്നിൽ നിന്ന് നയിക്കേണ്ടത് ആര് എന്നുള്ള ചർച്ചകളിലൊക്കെ നിതീഷ് കുമാറിന് വേണ്ട പ്രാതിനിധ്യം ലഭിച്ചില്ല എന്നുള്ള പരാതിയൊക്കെ ആയിരിക്കുമോ ഏറ്റവും ഒടുവിൽ ഇത്തരം ഒരു സാഹസത്തിലേക്ക് നിതീഷ് കുമാറിനെ എത്തിച്ചത്? എൽദോ, ഇന്ത്യ മുന്നണിക്ക് കനത്ത തിരിച്ചടി നൽകുന്നതാണ് നിതീഷ് കുമാറിന്റെ ഒരു തീരുമാനം. ഇന്ത്യ മുന്നണിയുടെ മുൻനിര നേതാക്കളിൽ ഒരാളായിരുന്നു. കൺവീനർ സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ പ്രധാനമന്ത്രി പദത്തിലേക്ക് ഉൾപ്പെടെ പേരുകൾ നിർദ്ദേശിക്കപ്പെട്ടവരിൽ ഒരാൾ കൂടിയായിരുന്നു നിതീഷ് കുമാർ. അങ്ങനെ ഒരാളെ, ഒപ്പം തന്നെ ഈ ജാതി സെൻസസ് കൊണ്ടുവന്ന ഒരാളെ BJP സഖ്യത്തിലേക്ക്, BJP പാളയത്തിലേക്ക് അടുപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നത് BJP നേട്ടമായി തന്നെ കരുതുന്നു. ഒപ്പം ഇന്ത്യ മുന്നണിക്ക് വലിയ തിരിച്ചടി കൂടിയാണ്. മമതാ ബാനർജി ഒപ്പം പഞ്ചാബിലും ചില പ്രതിസന്ധികൾ നേരിട്ടതിനു ശേഷം ഇപ്പോൾ ബീഹാറിലും ഇന്ത്യ മുന്നണിക്ക് അടിപതറുന്നു എന്ന് തന്നെ നമുക്ക് വിലയിരുത്താം. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയൊരു സഖ്യമായി BJPക്കെതിരെ രൂപീകരിക്കാൻ സാധിക്കും എന്ന വലിയ നീക്കങ്ങൾ ഇന്ത്യ മുന്നണി പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ അവസാന വട്ട ശ്രമങ്ങളിലും നിതീഷ് കുമാറിനെ അനുനയിപ്പിക്കാൻ ഇന്ത്യ മുന്നണിക്ക് സാധിച്ചില്ല. അദ്ദേഹം ഇത് വിട്ടു പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഏതായാലും വലിയ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. ഒപ്പം BJPക്ക് അനുകൂലമായ ഒരു സാഹചര്യം കഴിഞ്ഞ തവണ ബീഹാറിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 16 സീറ്റുകളാണ് BJPക്ക് ലഭിച്ചിരുന്നതെങ്കിൽ ഈ JDU കൂടെ വരുന്നതോടുകൂടി കൂടുതൽ സീറ്റുകൾ ലഭിക്കും എന്നൊരു പ്രതീക്ഷ BJP വെച്ചു പുലർത്തുന്നുണ്ട്. ഒപ്പം തന്നെ ഈ ജാതി സെൻസസ് ഉയർത്തിക്കൊണ്ടുവന്ന നേതാവിനെ തന്നെ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാൻ കഴിഞ്ഞു എന്ന് പറയുന്നതും വലിയ ഒരു നേട്ടമായി തന്നെയാണ് BJP കരുതുന്നത്. ഒപ്പം ഇന്ത്യ മുന്നണിക്ക് വലിയ തിരിച്ചടിയുമാണ് നിതീഷ് കുമാറിന്റെ ഈ ഒരു രാജി എന്ന് പറയുന്നത്. സുവി വിശ്വനാഥാണ് വിവരങ്ങൾ നൽകിയത്. ന്യൂസ് ഡെസ്കിൽ നിന്ന്. നിതീഷ് കുമാർ ബീഹാർ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചു. ഇന്ന് തന്നെ വീണ്ടും മുഖ്യമന്ത്രിയായി അധികാരമേൽക്കും. അത് JDU BJP സഖ്യത്തിലാണ് എന്ന് മാത്രം. മഹാസഖ്യത്തിന് അങ്ങനൊരു വൻ വീഴ്ച. ഇന്ത്യ മുന്നണിക്ക് കനത്ത തിരിച്ചടി. നിതീഷിനെതിരെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ രംഗത്തെത്തി. JDU പോകുമെന്ന് നേരത്തെ അറിയാമായിരുന്നു. നിശബ്ദത പാലിച്ചത് ഇന്ത്യ സഖ്യം തകരാതിരിക്കാനാണെന്നും ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി പോരാടുമെന്നും മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞു. वो रिजाइन करेगा, चले जाएगा. ಅರೆ ಹೋಗ್ಬೇಕಲ್ಲಪ್ಪ, ಎಲ್ಲ ಕಡೆ ಇದು ಆಲ್ ಇಂಡಿಯಾ ನ್ಯೂಸ್. ನೀನು ಮಾಡಲ್ಲ, ಇನ್ನೊಬ್ಬರಿಗೂ ಮಾಡಿಕೊಡಲ್ಲ. ಟೀಕೆ ಮೊದಲು ಕನ್ನಡದಾಗ ಹೇಳ್ತೀನಿ. ಇದು ಏನಪ್ಪ ಅಂದ್ರೆ ಈ ಬೆಳವಣಿಗೆ ನಮಗೆ 5 ದಿವಸ ಹಿಂದೆನೆ ನಮ್ಮ ಲಲ್ಲು ಪ್ರಸಾದ್ ಅವರು ಹೇಳಿದ್ರು. ನಾ ಅವ್ರ ಸರಿ ಡೀಟೇಲ್ ಮಾತಾಡಿದ್ದೆ. ಏನಿದೆ, ಏನು ಸಂಖ್ಯೆ ಇದೆ, ಅವ್ರದ್ದೇನು ಸಂಖ್ಯೆ ಇದೆ ಮತ್ತು ನಾವು ಏನು ಅವ್ರು ಹೇಳಿದ್ರು. खैर जा रहे हैं, जाने दो, हम लड़ते रहे पहले, आप और हम मिलके लड़ते रहे, हम लड़ेंगे, तो उसकी फिक्र आप
छोड़ दो हम बात करेंगे ಅಂತ ಅವರು ಹೇಳಿದ್ರು. ಇದು ನನಗೆ ಗೊತ್ತಿದ್ರೂ ಕೂಡ ಟಿಲ್ ಎಂಡ್ ಇದನ್ನ ನಾವು ಡಿಸ್ಕ್ಲೋಸ್ ಮಾಡಬಾರ್ದು ಅಂತ ಹೇಳಿ ಹಾಗೆ ಇಟ್ಟಿದ್ದೇವೆ. ನಿನ್ನೆ ಯಾರು ಕೇಳಿದ್ರು ಅದೇ ನಾವು ಹೇಳಿದ್ದೇವೆ. ಈಗ ಅದನ್ನ ಮಾಡಿದ್ದಾರೆ. ನಿರೀಕ್ಷಿತನೇ ಇದು ಹೋಗ್ತಾರೆ ಅಂತ ಲಲ್ಲೂ ಪ್ರಸಾದ್ ನನಗೆ ಮಾಹಿತಿ ಕೊಟ್ಟಿದ್ರು. ಆದ್ರೆ ಅದನ್ನ ಬಹಿರಂಗವಾಗಿ ಹೇಳಂಗಿಲ್ಲ ಕೆಲವು ಮಾತುಗಳನ್ನ. अरे उसीलिए हमने पहले ही हमको ये इत्तला मिली थी कि लालू जी से जब बात किया, तेजस्वी से जब बात किया था, उन्होंने बोल रहे थे कि हमको भी ऐसा संशय आ रहा है कि ये हमारे हाथ से चले जाएगा. तो इसीलिए हम और आप मिलके लड़ना है, लड़ेंगे. मैं फिर भी कोशिश करता हूं उनको अपने साथ रखने का. अगर वो रहना चाहते हैं तो ठीक है, अगर हम कितना कहे तो भी अगर वो जाना चाहते हैं तो वो जाएगा ही. इसीलिए ये पहले से मालूम था, लेकिन हमने ये इंडिया अलायंस को इंटैक्ट रखने के लिए हम होके कोई बात अगर गलत करेंगे तो वो रॉन्ग मैसेज आएगा. इसीलिए हमने कल लोग पूछे मुझे, परसों पूछे, तो मैं यही कहा कि देखेंगे. अभी हम तो उसका डेवलपमेंट हमको मालूम नहीं, उसके बाद हम देखेंगे. हमने ये कहा था, लेकिन ये सूचना तो हमको बिहार के डिप्टी चीफ मिनिस्टर और लल्लू प्रसाद दोनों ने दिए थे और आज वो सच हुआ. ऐसे देश में तो बहुत से लोग हैं आया राम गए. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരായ ആക്രമണം ശക്തമാക്കി CPM. ഗവർണറുടെ നീക്കങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ അറിവോടെയാണെന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. തന്നെ ആക്രമിച്ചു എന്ന് വരുത്തി തീർക്കുകയാണ് ഗവർണറെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. കേന്ദ്ര ഗവൺമെന്റിന്റെ പൂർണ്ണമായ പിന്തുണയോടുകൂടിയാണ് ഈ വിഡ്ഢിവേഷം യഥാർത്ഥത്തിൽ ഗവർണർ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നിലവിട്ട നിലപാടാണ് അദ്ദേഹം സ്വീകരിക്കുന്നതെന്നും ഭരണഘടനാപരമായിട്ട് ചെയ്യേണ്ടുന്ന ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാതെ ഭരണഘടന ബാഹ്യമായ രീതിയിലുള്ള ഇടപെടലുകളും സാധാരണ മനുഷ്യന് ചിന്തിക്കാൻ സാധിക്കുന്നതിൻ്റെ അപ്പുറത്തുള്ള നിരവധിയായ പ്രവർത്തനങ്ങളുമാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. മിഠായി തെരുവിൽ മിഠായിയും അതുപോലെ തന്നെ നമുക്കെല്ലാം അറിയുന്നത് പോലെ കോഴിക്കോടിന് അരുവയും ഒക്കെ വാങ്ങാൻ പോയ ചിത്രം നമ്മുടെ എല്ലാം മനസ്സിലുണ്ട്. അതൊരു സെക്യൂരിറ്റി ഉണ്ടായിരുന്നില്ല, ഒരാളും വേണ്ടി വന്നില്ല. ഇവിടെ ഒരു കടയുടെ മുമ്പിൽ കയറി ഇരുന്ന് അവസാനം പത്രക്കാർ പോലെ 1000 രൂപ അവർക്ക് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞ് എന്തും ചെയ്യാന്നുള്ളതാണ്. ഒരു കാര്യം ഇപ്രാവശ്യം വ്യക്തമായിട്ടുണ്ട്. മാധ്യമങ്ങളെല്ലാം കൂടി ചേർന്ന് ഒരു കാര്യം പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് എൻ്റെ വണ്ടിക്ക് അടിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞത് ശുദ്ധ കളവായിരുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നതിൽ വലിയ ഒരു ഭാഗം കളവാണ് എന്ന് രാജ്യത്തിന് മനസ്സിലാക്കാൻ സാധിക്കുന്ന രീതിയിലാണ്. SFIക്കാരും കരിങ്കൊടിയൊക്കെ വേറെ എവിടെയോ ആണ് ഉണ്ടായിരുന്നത്. അതിന് എത്രയോ ദൂരെയാണ് വാഹനം നിർത്തിയിട്ട് അദ്ദേഹം അങ്ങോട്ടേക്ക് പോയത്. ആക്രോശിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് പോയത് എത്രയോ ദൂരെയാണ്. അപ്പോൾ അവരാരും വാഹനത്തിന്റെ അടുത്തേക്ക് എത്തിയിട്ടേയില്ല. അപ്പോൾ എന്നിട്ട് പറയാണ് എന്നെ ആക്രമിക്കാൻ വന്നിരിക്കുന്നു, അതുപോലെ തന്നെ എൻ്റെ കാറിന് അടിച്ചിരിക്കുന്നു എന്നൊക്കെയുള്ള കളവാണ് പറയുന്നത്. അതിനല്ലേ കളവെന്ന് പറയാ, അല്ലേ? സംഭവം ഇല്ലാതൊന്നിനല്ലേ കളവെന്ന് പറയുന്നത്. ആ കളവാണ് ഗവർണർ പറയുന്നത്. അതിപ്പോൾ പകൽ വെളിച്ചം പോലെ മാധ്യമങ്ങളും എല്ലാം കൂടി ചേർന്ന് ആ കാര്യം അങ്ങോട്ട് ശരിയായി കാണിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് തെറ്റായിരുന്നുവെന്നും കളവായിരുന്നുവെന്നും ആളുകൾക്ക് ബോധ്യമായിട്ടുണ്ട്. അപ്പോൾ ഉദ്ദേശം എന്താ പറഞ്ഞാൽ ഇവിടെ എന്നെ ആക്രമിക്കുന്നു എന്ന ഒരു നില വരുത്തി കേന്ദ്ര ഗവൺമെന്റ് അതിന്റെ മേലെ നിലപാട് നടപടി ഒക്കെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഗവർണർ ഇതുപോലുള്ള വിഡ്ഢിവേഷം, ഞാൻ ആദ്യം പറഞ്ഞത് തന്നെയാണ്, വിഡ്ഢിവേഷം കെട്ടിക്കൊണ്ടിരിക്കുന്നത്. അതൊന്നും കേരളീയ സമൂഹത്തിൽ ഏശാൻ പോകുന്നില്ല. ന്യായമായിട്ടും സത്യസന്ധമായിട്ടും ശരിയായ രീതിയിലും രാഷ്ട്രീയ പ്രവർത്തനം നടത്തി മുമ്പോട്ടേക്ക് പോകുന്ന ഒരു ജനതയുള്ള നാടാണ് കേരളം. ആ കേരളത്തിൽ ഇതുപോലുള്ള തെറ്റായ പ്രവണതയുടെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഗവർണർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഇപ്പോഴെല്ലാവർക്കും വ്യക്തതയോടുകൂടി മനസ്സിലാക്കാൻ കഴിയും. ഗവർണറുടെയും രാജ്ഭവന്റെയും സുരക്ഷ CRPFന് കൈമാറിയ കേന്ദ്ര നടപടി ഫെഡറൽ തത്വങ്ങളുടെ ലംഘനമാണെന്ന് LDF കൺവീനർ EP ജയരാജൻ തുറന്നടിച്ചു. CRPFനെ രാജ്ഭവനിലേക്ക് അയച്ച നടപടി, കേരളത്തിലേക്ക് പോലീസിനെ അയച്ച നടപടി തികച്ചും ഫെഡറൽ തത്വങ്ങളുടെ ലംഘനമാണ്. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളുടെ നഗ്നമായ ലംഘനമാണത്. ഇത് ഇന്ത്യയുടെ
ചരിത്രത്തിലില്ലാത്തൊരു സംഭവമാണ്. അതുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് അറിഞ്ഞുകൊണ്ട് ഒരു ഫോൺ വിളിയിൽ ഇവിടെ കേന്ദ്രസേനയെ രാജ്ഭവനിലേക്ക് അയച്ച നടപടി അങ്ങേയറ്റം അപലനീയമാണ്. ജനാധിപത്യ ഫെഡറൽ സംവിധാനങ്ങളുടെ ലംഘനമാണ്. സംസ്ഥാന ഗവൺമെന്റുകളുടെ അധികാര പരിധിയിലേക്കുള്ള അതിക്രമമാണിത്. എല്ലാ ജനാധിപത്യവാദികളും ഈ നീക്കത്തെ ശക്തമായി അപലപിക്കാൻ മുന്നോട്ടേക്ക് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. CRPF വന്നാലും പ്രതിഷേധം തുടരുമെന്ന് ഡോക്ടർ TM തോമസ് ഐസക് പറഞ്ഞു. ക്രമസമാധാന പാലനം സംസ്ഥാനത്തിന്റെ വിഷയമാണ്. BJP സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം പല രീതിയിൽ ക്രമസമാധാന പാലനത്തിലേക്ക് കൈകടത്താനുള്ള ശ്രമങ്ങൾ നടന്നു വരികയായിരുന്നു. അതിർത്തി പ്രദേശത്ത് അതിന് പ്രത്യേക നിയമത്തിന് തന്നെ അവർ രൂപം നൽകി. ഇപ്പോൾ അത് ചെയ്തിരിക്കുന്നതും കൃത്യമായിട്ടത് തന്നെയാണ്. ഒരു സ്റ്റേജ് മാനേജ് ഷോ പോലെ ഇരുന്നു ഞാൻ കണ്ടിട്ട്. കാരണം കുട്ടികൾ ദൂരെയാ, അവർ പ്രതിഷേധിച്ചു, ഇദ്ദേഹം അവരുടെ അടുത്തോട്ട് ചെല്ലുന്നത്, എന്നിട്ടും ഗവർണർക്കോ കാരണോ വല്ലതും സംഭവിച്ചു. അദ്ദേഹം അവിടെ കുത്തിയിരുന്നിട്ട് അവിടെ സംഘർഷം സൃഷ്ടിക്കാനുള്ള ശ്രമമായിരുന്നു. അദ്ദേഹം ഫോൺ വിളിക്കുന്നു, നാടകത്തിൽ ഫോൺ വിളി തീരുന്നതിന് മുമ്പ് CRPF എത്തുന്നു. ഇതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ പരിഹാസ്യമായിട്ടുള്ള നാടകങ്ങളാണ്. അദ്ദേഹത്തിന്റെ പദവിക്ക് യോജിച്ച കാര്യങ്ങളല്ല. ഗവർണർ സംസ്ഥാന സർക്കാരിനെതിരായിട്ട് ഒരു പട നയിക്കുന്ന പോലെയാണ് ഇന്നിപ്പോൾ കേരളത്തില്. പക്ഷേ അതൊക്കെ ഭരണഘടന പറഞ്ഞിട്ടുണ്ട് ഗവർണറുടെ സ്ഥാനം എന്താണെന്നുള്ളത്. ഭരണഘടന പ്രത്യേകം പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ബാക്കിയില്ലാത്തിലും അലങ്കാരം മാത്രമാണ് ഗവർണർ പദവി. ഇവിടെ തെരഞ്ഞെടുക്കപ്പെട്ടൊരു സർക്കാരുണ്ട്, അത് അദ്ദേഹം ഓർക്കുന്നത് നല്ലത്. ഇനി VV അരുണാണ് അതിന്റെ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. അരുൺ, ഈ സർക്കാർ ഗവർണർ പോലെ അതൊരു വേറെ ഒരു ഘട്ടത്തിലെത്തി നിൽക്കുമ്പോൾ CPMന്റെ നിലപാട് എന്താണ് പൂർണ്ണമായും? ഗവർണർക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നീക്കത്തിനാണ് CPMന്റെ തീരുമാനം. നേരത്തെ മുഖ്യമന്ത്രി രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കും ഗവർണർക്കെതിരെ പരാതി പറഞ്ഞുകൊണ്ട് കത്തയച്ചപ്പോൾ അപ്പോൾ തന്നെ ഗവർണർ തിരിച്ചു വിളിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചവർ CPMലുണ്ട്. എന്നാൽ അതിന് സമയമായിട്ടില്ല, അടുത്ത ഘട്ടമായി നോക്കാമെന്നാണ് മുഖ്യമന്ത്രി അന്ന് നിലപാടെടുത്തത്. പക്ഷേ ഇനി അങ്ങോട്ട് അത്തരം കാര്യങ്ങളിലേക്കും CPMന്റെ ചിന്തകൾ പോകും. ഇന്ന് CPMന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞതുപോലെ ഗവർണർ തിരിച്ചു വിളിക്കണമെന്ന ആവശ്യം ആ രീതിയിൽ ചർച്ച ചെയ്യാൻ ആലോചനയുണ്ട് എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. കാരണം ഗവർണർ എല്ലാ സീമകളും ലംഘിച്ച്, എല്ലാ പരിധികളും ലംഘിച്ചാണ് സംസ്ഥാന സർക്കാരിനെതിരെ നീങ്ങുന്നത്. ഇന്നലെ നിലവിലുണ്ടായ സംഭവം, അതിനുശേഷം സംസ്ഥാനത്തിന്റെ അനുമതിയില്ലാതെ, സംസ്ഥാനത്തെ അറിയിക്കാതെ CRPF സേന ഗവർണറുടെ സുരക്ഷ ഏറ്റെടുത്തുമൊക്കെ ഭരണഘടനാ തത്വങ്ങൾക്കും ഫെഡറൽ സംവിധാനത്തോടുമുള്ള വെല്ലുവിളിയായി, അതിലേക്കുള്ള അതിക്രമമായി CPM നേതൃത്വം കാണുന്നു. ഗവർണറെയും കേന്ദ്ര സർക്കാരിനെയും BJP സർക്കാരിനെയും വേറിട്ടല്ല CPM നേതൃത്വവും ഇടതുമുന്നണിയും സർക്കാരുമൊക്കെ കാണുന്നത്. രണ്ടും ഒരേ നാണയത്തിന്റെ രണ്ട് വശങ്ങൾ എന്ന രീതിയിൽ CPM വിലയിരുത്തുകയാണ്. അതുകൊണ്ട് തന്നെ രണ്ടുപേർക്കുമെതിരെയുള്ള പോരാട്ടം ഒറ്റ പോരാട്ടമായി മാറ്റി അത്തരമൊരു നീക്കത്തിനാണ് CPMന്റെ ഇപ്പോഴത്തെ ആലോചന. കേന്ദ്രവിരുദ്ധ സമരം 8-ാം തീയതി ഫെബ്രുവരി 8-ന് ഡൽഹിയിൽ നടക്കുമ്പോൾ സ്വാഭാവികമായും ഗവർണറുടെ നീക്കങ്ങളും അതൊരു ചർച്ചാ വിഷയമായി മാറും. അവിടെ പുറത്തുനിന്നുള്ള, അതായത് മറ്റ് സംസ്ഥാനങ്ങളിലെ BJP ഇതര സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെ, നേതാക്കളെയും ഒക്കെ പങ്കെടുപ്പിക്കാൻ CPM ശ്രമം നടത്തുന്നുണ്ട്. കേന്ദ്ര നേതൃത്വം അതിനുള്ള പിന്തുണ നൽകുന്നുണ്ട്. അവിടെ കൂടി ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവരും. മറ്റ് സംസ്ഥാനങ്ങളിൽ ഗവർണർമാർ ഉപയോഗിച്ച് ഭരണം അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത് പോലെ ഇവിടെയും അത്തരം നീക്കങ്ങൾ നടത്തുന്നു എന്നത് ദേശീയ വ്യാപകമായി പ്രചരിപ്പിക്കാനാണ് CPMന്റെ തീരുമാനം. ഇന്ന് ഇവിടെ ചേരുന്ന, അതായത് വെളുപ്പിശാല EMS അക്കാദമിയിൽ ചേരുന്ന CPM കേന്ദ്ര കമ്മിറ്റി യോഗം, 3 ദിവസമായി ചേരുന്ന കേന്ദ്ര കമ്മിറ്റി യോഗങ്ങളിലും പ്രധാന ചർച്ചാ വിഷയമായി ഇക്കാര്യം മാറും. ഗവർണർക്കെതിരെയുള്ള നീക്കങ്ങളിൽ നേരത്തെ തന്നെ കേന്ദ്ര നേതൃത്വം നിലപാട് വ്യക്തമാക്കിയതാണ്. കുറച്ചുകൂടി കടുത്ത നിലപാടിലേക്ക് പോകാൻ സംസ്ഥാന നേതൃത്വത്തോട് കേന്ദ്ര നേതൃത്വം ആവശ്യപ്പെടാൻ തന്നെയാണ് സാധ്യത. ഗവർണറെ തിരിച്ചു വിളിക്കണമെന്ന ആവശ്യം സംസ്ഥാനം ഉന്നയിച്ചാലും കേന്ദ്രം അത് ചെയ്യില്ല എന്ന് CPM ഉറപ്പിക്കുന്നു. പക്ഷേ രാഷ്ട്രീയമായ ഒരു മേൽക്കൈ ഉണ്ടാക്കാൻ, രാഷ്ട്രീയമായത് ചെയ്തുവെന്ന് വരുത്തി തീർക്കാനെങ്കിലും അത്തരം നീക്കം ആവശ്യമാണെന്ന വികാരം CPMൽ ശക്തമാകുന്നു. കേന്ദ്ര കമ്മിറ്റി യോഗത്തിലെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയങ്ങളായത് മാറുമ്പോൾ സ്വാഭാവികമായും വരും ദിവസങ്ങളിൽ ഗവർണർക്കെതിരെ കടുത്ത ചില നീക്കങ്ങൾക്ക് CPM തയ്യാറാകും. CRPF സേന വന്നാലും SFIയുടെ സമരം തുടരും. ശക്തമായ പ്രക്ഷോഭത്തിന് തന്നെയാണ് SFI തീരുമാനമെടുക്കുന്നതിന് CPMന്റെ പൂർണ്ണ പിന്തുണ SFIയുടെ നീക്കങ്ങൾക്കുമുണ്ട്. ശരി, VV അരുണാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. ഗവർണർക്ക് കേന്ദ്രസേന സുരക്ഷയൊരുക്കുന്നതിന്റെ സാമ്പത്തിക ബാധ്യത സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കേണ്ടി വരുമോ? ഇക്കാര്യത്തിൽ അവ്യക്തത തുടരുകയാണെങ്കിലും കേന്ദ്രസേന സുരക്ഷയൊരുക്കിയതിന് സംസ്ഥാനം പണം നൽകിയ അനുഭവം മുൻപും ഉണ്ടായിട്ടുണ്ട്.
പ്രോട്ടോകോൾ ചട്ടപ്രകാരം ഭരണത്തലവനായ ഗവർണർക്ക് സുരക്ഷ നൽകേണ്ട ബാധ്യത സംസ്ഥാന പോലീസിൻ്റെതാണ്. കേന്ദ്രസേന വന്നെങ്കിലും സുരക്ഷയിൽ നിന്ന് പിൻവാങ്ങാൻ പോലീസ് തയ്യാറായിട്ടില്ല. ഗവർണർക്ക് CRPF സുരക്ഷ ഏർപ്പെടുത്തിയ നടപടി ചട്ടങ്ങൾ പാലിക്കാതെയാണ് എന്നും ആക്ഷേപമുണ്ട്. ഗവർണർക്ക് കേന്ദ്രസേന സുരക്ഷ ഒരുക്കുന്നതിൽ ഈ സാമ്പത്തിക ബാധ്യത ഇനി ആര് വഹിക്കുമെന്നുള്ള ഒരു പ്രധാന വിഷയം കൂടിയാണ് ഇനി ചർച്ച ചെയ്യപ്പെടുക. എന്തായാലും പോലീസ് CRPF സംഘം ഇന്നലെ എത്തിച്ചേർന്നുവെങ്കിൽ പോലും പോലീസ് ആ സുരക്ഷയിൽ നിന്ന് പിൻവാങ്ങിയിട്ടില്ല. ഒരുപക്ഷെ കേന്ദ്രത്തിൽ നിന്നുള്ള ഉത്തരവ് ലഭിച്ച ശേഷം DGPക്കോ പോലീസ് നേതൃത്വത്തിനോ പോലീസിനോ ലഭിച്ച ശേഷം മാത്രം മതി പിൻവാങ്ങൽ എന്നുള്ളതാണ്. പക്ഷേ അതേസമയം അങ്ങനെ പിൻവാങ്ങുക സാധ്യമാണോ എന്നുള്ള വലിയ ചോദ്യവും നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഗവർണറുടെ ചുമതല അത് പോലീസ് തന്നെ നിർവഹിക്കണമെന്നുള്ള സുരക്ഷ പോലീസ് നിർവഹിക്കണമെന്നുള്ള ഒരു ചട്ടം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ. മറ്റു വാർത്തകളിലേക്ക് എത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം. പാർട്ടി അനുവദിച്ചാൽ രാഹുൽ ഗാന്ധിക്കെതിരെ വയനാട്ടിൽ മത്സരിക്കുമെന്ന് PV അൻവർ. രാഹുൽ ഗാന്ധി കഴിഞ്ഞ തവണ വയനാട്ടിൽ മത്സരിച്ചു തന്നെ തെറ്റായ സന്ദേശമാണ്. കോൺഗ്രസ് കാണിച്ചത് കേരളത്തിലെ ജനങ്ങളോടുള്ള വഞ്ചനയാണ്. രാഹുലിന്റെ നേതൃത്വത്തിൽ കേന്ദ്രത്തിൽ സർക്കാർ രൂപീകരിക്കുമെന്ന് തെറ്റിദ്ധരിച്ചാണ് ജനങ്ങൾ UDFന് വോട്ട് ചെയ്തത്. ആ തട്ടിപ്പ് ഇത്തവണ ജനങ്ങളുടെ അടുത്ത് ചെലവാകില്ല എന്നും PV അൻവർ പറഞ്ഞു. ന്യൂസ് 18 Q18 അൻവറിന്റെ പ്രതികരണം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ വിഷയം തന്നെ പറയുന്നു. കോൺഗ്രസ് ഒരു രാഹുൽ ഗാന്ധി വഴി ആ ഒരു മൂവ്മെൻറ്റ് നടത്തിക്കൊണ്ടാണ് കോൺഗ്രസ് അങ്ങനെ ഒരു പൾസിലേക്ക് എത്തിയത്. ആ ഒരു വിജയത്തിൻ്റെ ഒരു വൈബിലേക്ക് കോൺഗ്രസിന് എത്താൻ കഴിഞ്ഞത്. സ്വാഭാവികമായിട്ടും അന്ന് കൃത്യമായിട്ടുള്ള രീതിയിലുള്ള ഒരു എതിർ കാൻഡിഡേറ്റ് ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നുള്ള എന്നൊരു ചോദ്യം, അതൊരു വിമർശനമായിട്ട് ഇതിനകത്ത് തന്നെ ഉയർന്നു വന്നിട്ടുള്ള കാര്യമല്ലേ? അല്ല, അന്നത്തെ കാര്യം ഒരിക്കലും രാഹുൽ ഗാന്ധി എന്ന് ദേശീയ തലത്തിൽ ഈ BJPയെ നേരിടാൻ വേണ്ടിയിട്ട് പ്രാദേശിക പാർട്ടികൾ ഒരുമിച്ച് ചേർന്ന് മുന്നോട്ട് പോകാനുള്ള ആലോചനകൾ നടന്ന് സഖാവ് സീതാറാം യെച്ചൂരി രാഹുൽ ഗാന്ധിയെയും കൊണ്ട് വിവിധ സംസ്ഥാനങ്ങളിൽ പോയി അവിടുത്തെ പ്രാദേശിക പാർട്ടികളുമായി ലീഡർഷിപ്പുമായി സംസാരിച്ച് ഒരു സമന്വയമുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ചർച്ചയും പരിശ്രമവും നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ആ പറയുന്ന യെച്ചൂരിയുടെ കൈ കുടഞ്ഞിട്ട് ഒരാളും അറിയാതെ ആകാശ വഴി കോഴിക്കോട് വന്ന് ഇറങ്ങിയിട്ട് രാഹുൽ ഗാന്ധി ഞാനിതാ വയനാട്ടിൽ മത്സരിക്കുന്നു എന്ന് പറഞ്ഞു. അന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി ചോദിച്ചാണ്, എന്ത് സന്ദേശമാണ് നിങ്ങൾ കേരളത്തിലെ ഇന്ത്യയിലെ ജനങ്ങൾക്ക് നൽകാനുള്ളത്? ഈ രാജ്യത്തെ RSSനെതിരെ BJPക്കെതിരെ അതിശക്തമായ നിലപാടെടുക്കുന്ന ഇടതുപക്ഷ പ്രസ്ഥാനവും അതിൻ്റെ ഗവൺമെൻറ്റുമുള്ള ഒരു സംസ്ഥാനത്ത് വന്നിട്ട് ഒരു ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്കെതിരെ വീണ്ടും രാഹുൽ ഗാന്ധി മത്സരിക്കുക എന്ന് പറഞ്ഞാൽ അത് എത്രമാത്രം രാഷ്ട്രീയമായ വഞ്ചനയാണ്. അത് നമുക്ക് എങ്ങനെ അംഗീകരിച്ചു കൊടുക്കാൻ കഴിയും? അങ്ങനെയാണെങ്കിൽ വയനാട്ടിൽ വീണ്ടും രാഹുൽ ഗാന്ധി മത്സരിക്കുകയാണെങ്കിൽ ശക്തനായിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് അവിടെ ഉണ്ടാകണം. അതിനുള്ള ഒരു നീക്കം ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് സ്വാഭാവികമായും കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ അങ്ങ് എന്താ പറയുക എളുപ്പമില്ലെടുത്ത് എള്ളെറിഞ്ഞ് പോയി കളയാം എന്ന് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും വിചാരിക്കുന്നുണ്ടെങ്കിൽ ഇപ്രാവശ്യം അങ്ങനെ അങ്ങ് എള്ളെറിഞ്ഞ് പോകാനൊന്നും സാധിക്കില്ല. കേരളത്തിലെ കഴിഞ്ഞ 5 വർഷം മുമ്പ് കേരളത്തിലെ ജനതയുടെ മുന്നിൽ അവർ നടത്തിയ പ്രസ്താവനകൾ, ജനവഞ്ചനകൾ, എല്ലാ കാര്യങ്ങളും MP-മാർ പാർലമെൻറ്റിലെടുത്ത നിലപാടുകൾ ഇതെല്ലാം ഇന്ന് കേരളത്തിൽ ചർച്ചയാണ്. അതിന് വീണ്ടും ഈ വഞ്ചനാ രാഷ്ട്രീയത്തിന് നേതൃത്വം നൽകാൻ രാഹുൽ ഗാന്ധി വന്നാൽ ശക്തമായ എന്താ പറയുക ഒരു ഇലക്ഷൻ പോരാട്ടത്തെ അദ്ദേഹം കേരളത്തിൽ നേരിടേണ്ടി വരും. ആര് മത്സരിക്കണമെന്ന് പറയുന്നത് തീരുമാനിക്കേണ്ടത് പാർട്ടി തന്നെയാണ്. എങ്കിലും ചോദിക്കട്ടെ, PV അൻവറിനെ പോലുള്ള ഒരു ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ വയനാട്ടിൽ പ്രതീക്ഷിക്കാൻ കഴിയുമോ? അല്ല, ഞാനിപ്പോൾ ഒരു ശക്തനായ സ്ഥാനാർത്ഥിയാണ് എന്ന് ഇപ്പം നിങ്ങൾ പറഞ്ഞാൽ പോരല്ലോ. അത് പാർട്ടി എന്ത് തീരുമാനിക്കുന്നോ ആ തീരുമാനത്തോടൊപ്പം നിൽക്കുക എന്നത് മാത്രമേ സാധിക്കുള്ളൂ. പാർട്ടി വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കണം എന്നാവശ്യപ്പെട്ടാൽ 100% സന്തോഷത്തോടു കൂടിയിട്ട് ആ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് നിൽക്കാൻ എനിക്കൊരു മടിയില്ല. അതൊരു രാഷ്ട്രീയ പോരാട്ടമാണ്. ഒരു വഞ്ചനാ രാഷ്ട്രീയത്തിനെതിരെ പ്രതികരിക്കുക എന്നത് ഒരു പ്രതികരണശേഷിയുള്ള ഏതൊരു എന്താ പറയുക മതേതര ജനാധിപത്യ വിശ്വാസിയുടെയും
ഒരു ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കണമെന്ന് പറഞ്ഞാൽ എനിക്കൊരു സെക്കൻഡ് അതിനെക്കുറിച്ച് ആലോചിക്കേണ്ട കാര്യമില്ല. ഞാൻ അതിൻ്റെ മുൻനിരയിലുണ്ടാവും. ബി.ജെ.പിക്ക് എന്ത് സാധ്യതയുണ്ടായാലും സുരേഷ് ഗോപി തൃശ്ശൂരിൽ ജയിക്കില്ല എന്നും പി വി അൻവർ. വ്യക്തിപരമായി ഏറെ മോശം പ്രതിച്ഛായയാണ് സുരേഷ് ഗോപിക്കുള്ളത്. സാധാരണ ജനങ്ങളുടെ ഇടയിൽ ആ വികാരം ശക്തവുമാണ്. അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപി ഒരു കാരണവശാലും ജയിക്കില്ല എന്ന് പി വി അൻവർ പ്രതികരിച്ചു. ഇനിയിപ്പോൾ അയോധ്യ മാറ്റിവെച്ചാലും മോദി എന്ന് പറയുന്ന ഒരു സ്റ്റാർ ക്യാമ്പയിനർ, മോദി വന്ന സമയത്ത് വന്ന ആ ഒരു ജനക്കൂട്ടം, അത് മുഴുവൻ വോട്ടാകില്ല എന്ന് പറഞ്ഞാൽ പോലും അവിടെയും ഒരു പ്രതീക്ഷയൊക്കെ ബി.ജെ.പിക്ക് സ്വാഭാവികമായിട്ടുണ്ടാകുമല്ലോ. ഒരു രക്ഷയും കേരളത്തിലെ സംബന്ധിച്ച് ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്ന ഈ ഹാർമണി നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ബി.ജെ.പിയെ സംബന്ധിച്ച് ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് വരെയൊക്കെ ആവുന്ന രാഷ്ട്രീയത്തിലേക്ക് അപ്പുറത്തേക്ക് ബി.ജെ.പിക്ക് കേരളത്തിൽ വളരാൻ കഴിഞ്ഞിട്ടില്ല. ആ വർഗീയത അവിടെ വേര് പിടിക്കുകയില്ല കേരളത്തിൽ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ. അതുകൊണ്ട് ബി.ജെ.പി ഈ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ, തിരുവനന്തപുരം, കാസർഗോഡ് എന്നൊക്കെ സ്വാഭാവികമായിട്ട് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണല്ലോ. അവർ പറയണമല്ലോ ഞങ്ങൾക്കൊരു സീറ്റും കിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിന് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് നേരിടാൻ സാധിക്കുമോ? അതിലപ്പുറമുള്ള ഒരു ഇമ്പാക്റ്റും കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഈ പറയപ്പെടുന്ന കാരണങ്ങൾ കൊണ്ടുണ്ടാകും എന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രത്യേകിച്ച് തൃശ്ശൂരിലൊന്നും ഒന്നും സംഭവിക്കില്ല. ഇപ്പോൾ കിട്ടിയ വോട്ട് തന്നെ കിട്ടുമോ എന്ന് സംശയം. കാരണം സുരേഷ് ഗോപിയാണ് കാൻഡിഡേറ്റ്. സുരേഷ് ഗോപിയുടെ കഴിഞ്ഞ കാലത്തെ ഒരു പാർലമെൻറ്റ് മെമ്പറായതിന് ശേഷം ഉണ്ടായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പെരുമാറ്റവും പ്രതികരണവും ആളുകളോടുള്ള സമീപനവും ഒക്കെ കേരളത്തിലെ ജനം നല്ലോണം വീക്ഷിച്ചാണ്. തൃശ്ശൂർക്കാരും നന്നായിട്ട് വീക്ഷിച്ചിട്ടുണ്ട്. അപ്പം അതൊക്കെ ഒരു നെഗറ്റീവായിട്ട് സാധാരണക്കാരായ പ്രവർത്തകരുടെ മനസ്സിൽ വരുമെന്ന് തന്നെയാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം ബി.ജെ.പി കിട്ടിയ വോട്ട് പോലും തൃശ്ശൂർ മണ്ഡലത്തിൽ കിട്ടും എന്ന് എനിക്ക് വ്യക്തിപരമായ അഭിപ്രായമില്ല. സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 5755, പവന് 46,040. 18 ക്യാരറ്റ് സ്വർണം ഗ്രാമിന് 4780, പവന് 38,240. വെള്ളി ഗ്രാമിന് 77, കിലോയ്ക്ക് 77,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ന്യൂസ് ലൈവ് ഇവിടെ പൂർണ്ണമാവുന്നു. നമസ്കാരം. പ്രായം കൂടും. നടപടി